ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ. ഹലോ ഹലോ. അപ്പോൾ ഇഷാനിയുടെ സമ്മർ ഹോളിഡേ കഴിഞ്ഞ് ഇഷാൻ ഇന്ന് പോവാണ്. ഒത്തിരി നാളിന് ശേഷം 3 ആഴ്ച വരെ അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അയ്യോ, സ്കൂൾ തുറക്കുന്ന ലേറ്റ് ആവുന്നത് പിന്നീടാണ് മനസ്സിലായി. ഇന്ന് അറിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് പോകുന്നു, നാളെ ഉണ്ടാക്കുന്നു, മൺഡേ തിരിച്ചിട്ട് വരുന്നു. നമ്മൾ വിചാരിച്ചു ജൂൺ 1 സ്കൂൾ തുറക്കുന്നു, പക്ഷേ ജൂൺ 1 തേഴ്സ്ഡേ ആണ് സ്കൂൾ തുറക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തേ ഇഷാനിക്ക് നമ്മൾ എന്തൊക്കെ മേടിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കാണിച്ചു തരും. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടില്ലായോ, ഈ കല്ലുപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. അത് മമ്മിക്ക് കൊണ്ടുപോകാം. ഞങ്ങളുടെ കല്ലുപ്പ് ഉപയോഗിക്കത്തില്ല. അവൾക്ക് മേടിച്ച പുതിയ ഡ്രസ്സുകളാണ്. ഇതൊക്കെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് കുറച്ച് സ്വീറ്റ്സ് ആണ് ഇവിടുത്തെ. ഇത് അവളുടെ യൂണിക്കോണിൻ്റെ ബാഗ്, ടിഫിൻ ബാഗ്. പിന്നെ ഇത് യൂണിക്കോണിൻ്റെ അല്ല. ഇതെന്തുവാ മോനെ ഇവനെ? ഗൈസ് അതെന്താണെന്നറിയില്ല. ബാർബിയാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും അവൾ ഇഷ്ടപ്പെട്ട് മേടിച്ച ബാഗാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ബസ് 7 മണിക്ക്. മഴയാണ്, വണ്ടി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തില്ല, നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ടാറ്റ, കാണാം. ഗൈസ്, ഞങ്ങളിത് ഇവിടെ കിയാ മോട്ടോസിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ബസ് കാത്തിരിക്കുകയാണ്. ഇതിന് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല, കാരണം ഇത് വേറെ മൊബൈലിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. 7 മണിയുടെ ബസ് 7:12 എങ്ങനെ ഏത് രീതിയിലൊന്നും അറിയില്ല. ഇവിടെ മഴയാണ്, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മിണി തിരിച്ച് ബാംഗ്ലൂർ അമ്മിണി തിരിച്ച് പോകണം മക്കളെ കേരളത്തിൽ. പോണില്ലല്ലോ. നീ പോണില്ലെന്ന് തോന്നി ആണല്ലോ. തന്നേരം തള്ളയെടുത്ത് പോലെ നമുക്ക് പണിഷ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കടിക്കല്ലേ ഈ കുഞ്ഞ്, കടിക്കുക ഗൈസ്. ഈ കടിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ആർക്കെയും കെട്ടിച്ചേരണോ? പക്ഷേ ഇന്നെ ആർക്കും കെട്ടിച്ചു കൊടുക്കട്ടെ ഞാൻ. അപ്പം കെട്ടിച്ചു കൊടുക്കണ്ട പറഞ്ഞതാ. അവളെ ആർക്കും കെട്ടിച്ചു കൊടുക്കണ്ട. അയ്യോ, കണ്ടോ ഗൈസ്, ഇത് ഇഷാനി വി നായർ, ഇവിടെ കുണ്ടണി വി നായരാണ്. കുണ്ടണി വി നായർ, ആയി പറയാമോ? വണ്ടി കയറട്ടെ, അയ്യ വിശക്കുന്നുണ്ട്, നല്ല മഴയാ ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ബസ്സിൽ കയറി കഴിഞ്ഞു. G8 എക്സ്പ്രസ് ആണ് നമ്മുടെ ബസ്സിൻ്റെ പേര്. എനിക്ക് ബസ് ഇഷ്ടപ്പെട്ടു. രാമന് ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. നല്ല ബസ്സുണ്ട്. ഹെഡ്ഫോണൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഹെഡ്ഫോൺ ഉണ്ട്. G8 എക്സ്പ്രസ് സീറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മണിയെ, ബസ് ഇഷ്ടപ്പെട്ടോ മക്കൾക്ക്? മോത്ത് നോക്കി പറയും. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ചിലവ് ചുരുക്കലിൻ്റെയും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും ഭാഗമായിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒരു നിവൃത്തിയുമില്ല ഗൈസ്. അതെ, വെള്ളമുണ്ട്. ഇഷാനി മുന്നിൽ വെള്ളം തന്നിട്ടുണ്ട്. G8 എക്സ്പ്രസിൻ്റെ തന്നെ വെള്ളമുണ്ട്. സെറ്റാണ് ഗൈസ്. അങ്ങനെ ഡുണ്ടുവിൻ്റെ കൂടെ ഇനി 2 രാത്രികൾ കൂടി. ഇല്ല, നിങ്ങൾ ഇവിടെ ലൈറ്റ് ഉണ്ടാവുമല്ലോ. അത് നോക്കി. അയ്യോ, ആ സ്വിച്ച് ഇടാം. ഗൈസ്, അപ്പം സാമ്പത്തികമായും കാരണം നമ്മൾ ഫുഡൊക്കെ കൊണ്ടാണ് വരുന്നത്. ഇനി ഇഷാനിയുടെ കൂടെയുള്ള 2 രാത്രികൾ മാത്രം. അല്ലേ അമ്മണി? അമ്മണിയെ, ഇനി എത്ര രാത്രി അച്ഛനും അമ്മയും കൂടെ ഉണ്ട്? 2 days. 2 nights and 3 days. No, 2 nights and 2 days. 2 days and 3 days. 2 nights and 2 days. So അപ്പോൾ ഇതൊക്കെയാണ് കാണാം. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അയ്യോ, നമ്മുടെ സിമ്പിൾ മീൽസ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഫുഡ്, ഡിന്നർ. ഫസ്റ്റ് ബൈറ്റ് എപ്പോഴും എൻ്റെ രാമുവിന് ഞാൻ പോകുന്നു. അയ്യോ, സങ്കടം വന്നടാ. വന്ന് എൻ്റെ കുഞ്ഞു നിന്ന്. നെക്സ്റ്റ് ഈസ് മീ. 10-300 ലാഭിച്ചു ഗൈസ്. ടാറ്റാ. ഇരുന്നോ? അതേതോ? നമ്മൾ വേറെ ഒരു പാട്ട് പാടിയേ.
ജോണിയല്ല വേറെ പാട്ട് പാടും. വേറെ പാട്ട് പാടും. മിന്നല്ല വെള്ളം. ഇന്നലെ കണ്ടെത്ത കണ്ടെത്തി ഞാൻ ആയിരം കൂട്ടകന്ന് പുഞ്ചിരിക്കും മിന്നവള കൈന്ന പെണ്ണാകെ എന്നിത്തതാ സഹായതാ തൊണ്ടി. നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇഷാനിയുടെ മമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. 3 ആഴ്ചകൾക്ക് ശേഷം രാമുവിൻ്റെ മമ്മിയെ കാണാൻ പോകുന്നു. എക്സൈറ്റഡ് ആണോ ഇഷാനി? അയ്യേ ക്രിഞ്ച്, അയ്യേ ക്രിഞ്ച്. അയ്യേ ക്രിഞ്ച്, അയ്യേ ക്രിഞ്ച് ക്രിഞ്ച്. മമ്മി, ഞാൻ മമ്മിയുടെ മോനാണ് അമ്മി. എനിക്കിവിടെ ഒരു ഹഗ് തരേ. മോനൊരു ഹഗ് തന്നെ. അയ്യോ ഗൈസ്, കണ്ടോ ഗൈസ്, ഞാൻ മരുമോനാണെന്നാണ് പറയുന്നത്. വേണോ പോകാം ഗൈസ്. എത്തിക്കഴിഞ്ഞു ഗൈസ്. മമ്മി താമസിക്കുന്ന മമ്മി. ഇഷാനി നീ ഹാപ്പിയാണ്? ഇഷാനി നിന്റെ മമ്മയെ കണ്ടപ്പോ? അവർക്ക് അച്ഛനാ മതി ഗൈസ്. സ്മൈൽ പ്ലീസ്. ഇത് അമ്മായിയമ്മയും മരുമകളും അല്ല ഗൈസ്. നിങ്ങൾ കാണുന്നത് മകളും അമ്മയുമാണ്. എന്റെ അമ്മയെ ദത്തെടുത്തു മമ്മി. ഞാൻ മമ്മിയുടെ മകനാണ് മമ്മി. ഗൈസ്, സ്വന്തം അമ്മയുടെ മേലിൽ അവകാശമില്ലാത്ത മകന്റെ രോദനമാണ്. എന്റെ വീട്ടിലേക്ക് ഒരുത്തി വലിഞ്ഞു കയറി വന്നു. അതിന്റെ പിന്നാലെ വേറൊരുത്തി വന്നു. ഈ രണ്ടെണ്ണോടി എന്റെ കുക്കുവിന്റെ മമ്മി എടുത്തോണ്ട് പോയി. ഞങ്ങൾക്ക് ഞങ്ങളെ മമ്മിയെ കിട്ടുന്നില്ല ഗൈസ്. ഇതാണ് ഈ കുടുംബത്തിലെ അവസ്ഥ. ഇവിടെ ബാംഗ്ലൂർ ഞങ്ങളുടെ നൈബേഴ്സ് ചോദിക്കുവാറോ, വിഷ്ണുവിന്റെ അമ്മ വരാത്തെന്താ, കാവ്യയുടെ അമ്മ മാത്രം വരുന്നത് എന്തുവാ? ഞാൻ എത്ര പേരോടാ പറയണം, ഞാൻ ഈ സ്ത്രീയുടെ മരുമകനല്ല, എൻ്റെ അമ്മയാണ് ഇതെന്ന്. ഇങ്ങനെ പറയാനുണ്ടോ രാമകനൊക്കെ? നാണം കേട്ടതാ. എന്നിട്ട് അമ്മയില്ലേ സ്വന്തമായിട്ട്? ഇതിനൊരു അമ്മയുണ്ട് മാവേലിക്കര. കഷ്ടം. എൻ്റെ മമ്മി എടുത്തു അല്ലേ മക്കളെ? മമ്മി ആരുടെ മക്കളെ? അവളുടെ കുക്കു കേൾക്കട്ടെ. കുക്കു കേട്ടാ പറയും. അവളത് മാറി ഗൈസ്. അപ്പോൾ നമ്മൾ ഡുണ്ടുവിനെ കാണാൻ പറ്റുന്നില്ലെന്നാണ് പറയണേ. മമ്മിത ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് എത്തി. അല്ല മൊത്തം ഉച്ചയോട് കൂടി എത്തി. മൺഡേ തിങ്കളാഴ്ച ഉച്ചകൂടി നമ്മളിതാ പോകുന്നു. അമ്മിനിക്ക് ഞങ്ങൾ വെച്ച പുതിയ ഡ്രസ്സായിരുന്നു, അതിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് അമ്മായിയമ്മ മരുമകൾ അല്ലെങ്കിൽ അമ്മ മകൾ ഡ്രാമ കാണിച്ചു തരാം ഗൈസ്. സ്ഥിരം യൂഷ്വൽ ഡ്രാമ. ഇഷ്ടം വാ മക്കളെ. അവർ അനുഗ്രഹം മേടിക്കുക, ഉമ്മ കൊടുക്കുക, എന്തും ചെയ്തു. നമുക്ക് പോവാം. ബാ. എന്റെ ഉടുപ്പ് ഗൈസ്. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇവിടെ കെട്ടിപ്പിടിച്ച് കരയും ഗൈസ്. അത് കഴിയില്ല ഗൈസ്. നിങ്ങൾ കാണുന്നത് റിയൽ ലൈഫ് റിയൽ ഫാമിലിയാ. ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. മക്കളെ നമ്മൾ ഗൈസ് മക്കൾ വാ ഗൈസ്. ഇത് കണ്ടല്ലോ, ഞാനും വിശാനി ഒരു യൂണിയനും അവർ രണ്ടുപേരും ടീമാണ്. എൻ്റെ കല്യാണം കഴിയുന്നവരെ മമ്മി എൻ്റെ അമ്മയായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി 1 വർഷം കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പെണ്ണ് ഇവിടെ വന്നിട്ട് പ്രഗ്നൻസിയുടെ സമയത്ത് ഡെലിവറിക്ക് ശേഷം ഇവിടെ വന്നിട്ട് ചക്കയും പൊക്കയും നിന്ന് മമ്മിയുടെ നുണയും പറഞ്ഞ് മമ്മിയുടെ മോളായി. മമ്മി സത്യം പറഞ്ഞു, ഞാൻ മമ്മിയുടെ മോനാണോ മരുമോനാണോ? പോയി ഇഷാനി അവിടെ ആരൊക്കെ മക്കളുടെ ടീം? മമ്മി ഒരു ഫോട്ടോ എടുക്കാം. മമ്മി എടുക്കാം മമ്മി ഒരു ഫോട്ടോ. മമ്മി എവിടെ ഒരു ഫോട്ടോ കണ്ടില്ല. ഞാൻ ചവിട്ടി നേരെ നിൽക്കും മക്കളെ. മമ്മി നമ്മുടെ ടെയിൽ പഞ്ച് ഇവിടെ കഴിഞ്ഞു. നമ്മളിതാ പോവുകയാണ് ഗൈസ്. അച്ഛനും എല്ലാവർക്കും